ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു മുളകച്ചാർ ഉണ്ടാക്കിയാലോ? വായോ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാട്ടോ. മുളക് പൊടി വേണം, അച്ചാർ പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ഒരു 3 സ്പൂൺ കടുക് വേണം, ഉലുവ വേണം, 2 കഷ്ണം ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. പിന്നെ കറിവേപ്പില, നല്ലെണ്ണ വേണം കേട്ടോ. നല്ലോണം ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില ഇടുക കേട്ടോ. കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലോണം ആവുന്ന വരെ നമുക്ക് ഇഞ്ചിയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇത് രണ്ടും നല്ലോണം ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇതൊരു ബ്രൗണിഷ് കളറാവും. പെട്ടെന്നാവാൻ വേണ്ടി വേണമെങ്കിൽ ലേശം ഉപ്പിട്ടോളൂ. എന്നിട്ട് നല്ലോണം ഇളക്കുക കേട്ടോ. വേറെ എങ്ങോട്ടും പോവരുത്, ഇത് കരിഞ്ഞു പോകും കേട്ടോ. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുളകച്ചാർ കിട്ടും കേട്ടോ. പിന്നെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ സുർക്കയിൽ മുളകിട്ട് വെക്കണേ. മുളകും ഉപ്പും എല്ലാം കൂടി ഇട്ട് വിനാഗിരിയൊക്കെ ഇട്ട് സെറ്റാക്കി പിടിപ്പിച്ച് വെക്കണം. എന്നാലേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. പിന്നെ മുളക് പൊടിയും ഈ അച്ചാർ പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊരു ചുവന്ന കളറാവും. എന്നിട്ട് അത് നല്ലോണം ഇളക്കിയതിന് ശേഷം നല്ല സ്മെല്ല് വരും കേട്ടോ. അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കരിയരുത് കേട്ടോ. സിമ്മിൽ വെക്കണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുളക് ചേർക്കണേ. മുളക് വെള്ളമില്ലാണ്ട് ചേർത്ത് നല്ലോണം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചീശെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം കുറച്ചീശെ ഇത് ഒഴിച്ച് കൊടുത്ത്, ഈ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അതുവരെ നമുക്ക് ഈ സാധനം നല്ലോണം വേവിക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മുളകച്ചാർ റെഡി ആവും കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ബായ്, ടാറ്റാ.